അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ വരെയൊക്കെ നമുക്ക് കാണാം ഈ മെറ്റലും തട്ടുന്ന ആ ഒരു കാഴ്ച ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കക്കാട് ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് പനമ്പുഴപ്പാലം, കൂരിയാട് അണ്ടർപാസ്, കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഏറ്റവും പുതിയ വർക്കുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി നോക്കാം കുളപ്പുറം ഓവർപാസ് വരെ. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി, അടിപൊളി വർക്കാട്ടോ. രണ്ട് സൈഡിലെ ചുമരിൻ്റെ വർക്ക്. കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയ ഒന്നുകൂടി നിങ്ങൾ കാണിക്കാം. ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ ഇവിടുന്ന് കൂരിയാട് ഭാഗത്തേക്ക് വരെയുള്ള പുതിയ വർക്കുകൾ, രണ്ട് സൈഡിലെ ചുമരിൻ്റെ വർക്കുകൾ വെട്ടി കട്ട് ചെയ്ത് താഴ്ചയിലെടുത്തതിന് ശേഷം ചുമര് സ്പ്രേ വർക്കുകളും രണ്ട് സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡ്രെയിനേജിനൊപ്പം ഇവിടെ മണ്ണിട്ട് ഉയർത്തി മണ്ണ് കമ്പാക്റ്റിങ്, മെറ്റലിടുക, ടാറിംഗ് വർക്കൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. മെറ്റൽ, ജിപ്സൻ്റെ പേവർ ഉപയോഗിച്ചുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഇനിയും ഹൈറ്റ് കൂടട്ടോ. ഇവിടെ ഈ മണ്ണ് കമ്പാക്ട് ചെയ്ത ഈ ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഹോൾസ് കാണാം. അതിനനുസരിച്ച് ഈ ഹൈറ്റ് കൂടും. അപ്പോൾ ജിപ്സൻ്റെ കമ്പാക്റ്റിങ്, അതുപോലെ പിന്നെ ടാറിങ്, പിന്നെ ഫൈനലായിട്ടുള്ള ടാറിങ് കൂടി ആകുമ്പോൾ ഈ ഹോൾസിനൊപ്പിച്ച് ലെവലായി വരും. അവിടെ പേവറ് 3 ലൈനായിട്ടാണ് ഇതിൻ്റെ പേവർ ഉപയോഗിച്ചുള്ള വർക്ക്. അപ്പോൾ ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ പകുതി എത്തി, മൂന്നാമത്തത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണം. പനമ്പുഴപ്പാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഈ ഭാഗം നമ്മൾ കാണിച്ചതിന് ശേഷം ഇവിടെ മെറ്റൽ ജിപ്സൺ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഏരിയ ഒന്ന് കണ്ട് നമുക്ക് കൂരിയാട് ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് KNRCL പണിക്കാർ. ഇനി ഇതൊക്കെ അപ്പോൾ ജിപ്സൻ്റെ വർക്കും തുടങ്ങി. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ആരംഭിച്ചു. കണ്ടില്ലേ, അടിപൊളി. ഇനി കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടാറിംഗ് വർക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പുതിയ വർക്ക് എന്താ നോക്കാം. അവിടെയൊക്കെ ഈ സിമെൻറ്റ് സ്പ്രേ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള മെഷീനറികളൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ചുമര് സ്പ്രേ വർക്ക്, നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞ ഏരിയ ആണെങ്കിൽ നെറ്റൊക്കെ വെച്ചു, കുറഞ്ഞ ഭാഗങ്ങളൊക്കെ സ്പ്രേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും അതിൻ്റെ പണികൾ ആരംഭിക്കുകയാണ്. നമ്മൾ അതിരാവിലെയാണ് വീഡിയോ എടുക്കാൻ വന്നത്. 6:30 മണിക്ക് വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് തന്നെ പണികളൊക്കെ തുടങ്ങുന്നുള്ളൂ. അവിടെയൊക്കെ ജിപ്സൻ്റെ പേവർ ഉപയോഗിച്ചുള്ള കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കക്കാട് പനമ്പുഴ പാലം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഏരിയ, നമ്മൾ വന്ന ഏരിയ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാം. ഇതല്ലേ കക്കാട് പെട്രോൾ പമ്പിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ പേവറേജുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത്. അതുപോലെ ചുമര് വർക്ക് കക്കാട് ഏകദേശം പുഴക്ക് തൊട്ടടുത്ത പനമ്പുഴ പാലത്തിനോട് എത്തുന്ന ഈ ഭാഗത്താണ് ചുമര് സ്പ്രേ വർക്കും നടക്കുന്നത്. ഇവിടുന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി പോയേക്കാം. അവിടെ ഒന്ന് എടുത്തുകൊണ്ട് പോരാ. അവിടുത്തെ ഡ്രെയിനേജിൻ്റെ ഇറങ്ങും. അങ്ങനെ ഈ റോഡ് താൽക്കാലികമായി ഉണ്ടാക്കിയ റോഡാണ്. ഇതൊക്കെ ഇനി ഈ പാലത്തിനൊപ്പിച്ച് ലെവലാക്കി വരാനുള്ളതാണ്. അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തു പനമ്പുഴപ്പാലത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോഴത്ത് കാണുന്നത്. അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡ് വാൾ, ഇവിടെ ഡ്രെയിൻ ഫൗണ്ടേഷൻ ചെയ്തു. സൈഡ് വാള്, കോൺക്രീറ്റ് വാൾ ഉയർത്തി വരാട്ട്. ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് സൈഡ് വാൾ, കോൺക്രീറ്റ് വാൾ ഉയർത്തി ഇവിടം വരെ ആയിട്ടുണ്ട്. അതുപോലെ ഈ പാലത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇവിടുന്ന് പുതിയ വർക്കൊക്കെ കാണാം. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ കയറിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു ഒരു കോൺക്രീറ്റ് വർക്ക്. അപ്പോൾ അതിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കോൺക്രീറ്റ് ഇടുക, മണ്ണിട്ട് ലെവലാക്കി ഇങ്ങനെ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് ലെവലാക്കി കൊണ്ടുപോകും, ഏറ്റക്കുറച്ചിലുകളില്ലാതെ. അതുപോലെ അവിടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു 2 മീറ്റർ വീതിയുള്ള ഇടവഴിയുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തുള്ള ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള മൊത്തത്തിൽ റൗണ്ട് ഞങ്ങളെ കാണിച്ചു തരാം. നമ്മളെ പുഴയിലെ ആ ഭാഗവും. അപ്പോൾ പുഴയിലൊക്കെ വെള്ളം പറ്റി തുടങ്ങിയാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ വരുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ലെവലാവും. കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ കാണുന്ന 2
പറഞ്ഞതുപോലെ ഈ ഏരിയയിലുള്ള സിമൻറ്റ് കോൺക്രീറ്റ് ഇടുന്ന ഈ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു കോൺക്രീറ്റ് വർക്കുണ്ട് ആ പാലത്തിന് ടച്ചാകുന്ന ഭാഗത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ആ ഏരിയയിലെ പുതിയ വർക്കുകളൊക്കെ ഒന്ന് കണ്ടുവെക്കുക. കൂരിയാട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഒന്നിച്ചുടിയോ? അപ്പോൾ ആദ്യത്തെ റോഡ്, ഇങ്ങനത്തെ റോഡൊക്കെ ആദ്യമുള്ള വീതി ഇതാട്ടോ. അപ്പോൾ റോഡ് ഇങ്ങോട്ട് 6 വരി ആയപ്പോൾ ഇത് പറ്റ ചെറിയ സർവീസ് റോഡ് ചെറുതാണെന്ന് തോന്നും അല്ലേ. അപ്പോൾ നമ്മൾ പനമ്പുഴ പാലത്തിനാണ് കടന്നു പോകുന്നത്. ഇവിടെ അല്ലേ പുഴയിൽ വെള്ളം വറ്റിത്തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് നിങ്ങൾ പുതിയ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഏരിയയിലൊക്കെ ഒരു താഴ്ചയുള്ള ഭാഗമായിരുന്നു. അവിടെയൊക്കെ ഉയർത്തി ഡ്രെയിനേജാണ് കാണുന്നത്. ഡ്രെയിനേജിൻ്റെ റെഡിമെയ്ഡ് ഡ്രെയിനേജ് കൊടുത്ത് സെറ്റ് ചെയ്ത് അതിൻ്റെ സൈഡിലെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് ഇടാൻ വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് പോയ ഒരു ഏരിയയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ നിലവിലുള്ള ഈ റോഡിനോട് ഒപ്പിച്ച് ലെവലാക്കി വന്നിട്ടുണ്ട്. ഇനി ജിപ്സൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങനെ ഈ റോഡൊക്കെ ക്ലോസ് ചെയ്ത് അവിടെ സർവീസ് കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഈ അണ്ടർപാസിന് ഒപ്പിച്ച് വരും. അപ്പോൾ നമ്മൾ അണ്ടർപാസിന് മുകളിലേക്ക് ഒന്ന് കയറിപ്പോയി നോക്കുക. കക്കാട് പനമ്പുഴപ്പാലായിട്ടാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ലെവലാക്കി വന്നിട്ടുണ്ടല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യത്തെ റോഡാണ് കാണുന്നത്. ഇതിനൊപ്പിച്ച് കുറച്ച് മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി ലെവലാക്കി വരുമ്പോൾ ആ ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കാത്തോടുള്ള പ്രശ്നങ്ങളാണ്. ഇവിടുന്ന് അണ്ടർപാസിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ മണ്ണ് ലെവലാക്കി വന്നിട്ടുണ്ട്. 2 ഭാഗത്തെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 2 മറ്റേ ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്കേ നടക്കാനുള്ളൂ. അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ബാരിയർ കോൺക്രീറ്റ് ഇവിടെ ആ ബ്ലോക്കിൻ്റെ മുകളിലെ ചെറിയ പടവും കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്ത് പോയ ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഞങ്ങളെ കാണിക്കാനുള്ളത് കൊളപ്പുറം ഭാഗത്ത്. കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ആ ഏരിയയ്ക്ക് ഞാൻ ഒന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റോഡ് എങ്ങനെയാണ് പോകുന്നത്. നോക്കി, ഇവിടുന്ന് അങ്ങോട്ട് വരില്ലേ. അപ്പോൾ ആ കാണുന്ന ഡിവൈഡറൊക്കെ മാറ്റി ആദ്യത്തെ റോഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വന്നാൽ അവിടെ ഇങ്ങനെ ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഉയർന്ന് ഈ അണ്ടർപാസിന് ലെവലായി ഇങ്ങനെ വരും. ആ അണ്ടർപാസിന് മുകളിൽ പറഞ്ഞാൽ ഇവിടെയൊക്കെ സിമൻറ്റ് കല്ലിട്ടി വെള്ളം കെട്ടി നിർത്തി അതൊക്കെ കഴിഞ്ഞു. ഇനി 2 ഭാഗത്തെ ഈ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക്, ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ആ ഏരിയയിലുണ്ടല്ലേ, അവിടെ അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് കൂരിയാട് വയലിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ അഞ്ഞങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ മുകളിൽ നിന്നാകുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ കാണിക്കാൻ പറ്റും. ഹായ് വാ, അടിപൊളി. ഇവിടെ നല്ല തകൃതിയായി വർക്ക് നടക്കണ്ടല്ലോ. കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്ത് 2 സൈഡിലെ ബ്ലോക്ക് വെച്ച് ഉയർത്തി അട്ടിട്ടുണ്ടല്ലേ, ഉയർത്തി മെറ്റലിടുക, ബേബി മെറ്റൽ, പിന്നെ ആ ഷെല്ല് ബ്ലാക്ക് ഷെല്ല് വിരിച്ച് അതിൻ്റെ മുകളിൽ മെറ്റലിട്ട് സെൻറ്ററിലൊക്കെ മണ്ണ് കൊണ്ട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയർ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി ഈ അണ്ടർപാസിനൊപ്പിച്ച് ഉയർത്തി വരുന്നൊരു കാഴ്ചകളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അല്ല, സെൻറ്ററിന്ന് മെറ്റലിട്ടിട്ട് JCB കൊണ്ടുവന്ന് ഈ സൈഡിലൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ട് കേട്ടോ. അവിടെ കമ്പാക്റ്റിംഗ് വർക്ക് നടക്കുക, കമ്പാക്ടറെ കാണാം. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലുള്ള പാലത്തിൻ്റെ വർക്കിന് 2 വാളിൻ്റെ വർക്കുകൾ ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നത്. അതുപോലെ ഇവിടെ നിന്നാണ് സൂം ചെയ്ത് നമുക്ക് ആ ഭാഗത്ത് സൂം ചെയ്തെടുക്കുമ്പോൾ അവിടെ ക്രെയിന് കാണുന്നുണ്ട്. അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കാണോ ഇനി അവിടെ ഒരു പാലത്തിൻ്റെ വർക്ക്, അതിൻ്റെ ഗർഡർ ലോഞ്ചിങ് ആണോ അറിയില്ല, പോയി നോക്കുക.
എത്രത്തോളമാണ് ആ പുതിയ വർക്കുകളും നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ വരെയുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണാം. ഈ മെറ്റലും തട്ടുന്ന ആ ഒരു കാഴ്ച ഉണ്ടാവുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും പുതിയ വർക്കുകളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പോയി നോക്കാം കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാത വരെ. കൂരിയാട് അണ്ടർപാസിന് താഴെത്തിട്ടോ ഇവിടെ ബ്ലോക്കൊക്കെ പതിച്ച്, ഇവിടെ ബ്ലോക്ക് ഉയർത്തി ബാരിയർ വെച്ച് പോയ ഏരിയ ഒക്കെ ആണ്. അതിന് മുകളിലെ ക്രാഷ് ബാരിയറിൻ്റെ മുകൾ ഭാഗത്തെ കമ്പിയൊക്കെ ഉയർന്നുന്നുണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തെ ആ ഏരിയയിലും ഈ ബ്ലോക്ക് പതിച്ച് ഉയർത്തിയ ആ ഭാഗത്തോളം ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇവിടെയൊക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വയലിൽ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചില്ലേ, ആ ഒരു കാഴ്ച അടിഭാഗത്ത് കൂടി നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഈ വയലിന് സെൻറ്ററിൽ 2 പാലങ്ങളുണ്ട്. തോടിന് കുറുകെ 2 പാലങ്ങൾ, ഒരിടത്ത് വാള് കെട്ടി അത് ഉയർത്തിയ കമ്പിയൊക്കെ തന്നെ അതിൽ ഉയർത്തിയിട്ട് ഇവിടുന്ന് മടക്കിയിട്ട് ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു അണ്ടർപാസാണ് വർക്ക്. അണ്ടർപാസിൻ്റെ ഒരു പണിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കമ്പി കാണാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് ബോക്സ് ടൈപ്പിലാണ് ഇവിടുത്തെ കോൺക്രീറ്റ് വർക്ക് നടക്കുക. ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അണ്ടർപാസിൻ്റെ ഈ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ സെൻറ്ററിൽ എത്തിട്ടോ. ഇവിടെ സർവീസ് റോഡിന് ആ ഏരിയ നോക്കി, അവിടെ സർവീസ് റോഡിന് വേണ്ടി താഴ്ചയിൽ പിന്നീട് വാള് ഏകദേശം ഒരു 3-4 മീറ്റർ ഹൈറ്റിലല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇത് ഈ കമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് വെച്ച് ഒരു മെയിൻ സ്ലാബ് വാർപ്പിട്ട്, അപ്പോൾ 6 വരി കുറച്ച് ഹൈറ്റിലും സർവീസ് റോഡ് താഴ്ചയിലും കടന്നു പോകും. ഇവിടെ ഓപ്പോസിറ്റിലും അങ്ങനെ തന്നെ കണ്ടില്ലേ, ഇത് മുന്നേ ചെയ്ത പണിയാണ്. അപ്പോൾ ആ ഒരു വർക്കാണ് ഇവിടെ സെൻറ്റർ. ഇത് കഴിഞ്ഞാൽ ഗർഡറിൽ വെച്ചിട്ടാണ്, ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് ഗർഡറൊക്കെ വെച്ച് കണ്ടുള്ള തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ പണികളാണ് നടക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ പോയി വെക്കാം. ഇവിടെ വലിയൊരു കനാലാട്ടാ, 3 ചാലുള്ള കനാൽ. അവിടേക്ക് ഈ സൈഡിലേക്ക് നമ്മൾ വന്ന ഭാഗം ഇവിടുന്ന് ഇപ്പോൾ സർവീസ് റോഡ് കുറച്ച് താഴ്ചയിലും ഒരു 3 മീറ്റർ ഹൈറ്റിലുമാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ച നേരത്തെ കണ്ടു. നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ തിരിച്ചാൽ കുളപ്പുറം ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ഡ്രെയിനേജ് സ്ക്വയർ കട്ടകൾ കൊടുന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെയൊക്കെ സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ ഉയർത്തി ആ ഡ്രെയിനേജിന് കണക്കാക്കിയ ബീമിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫൗണ്ടേഷൻ ബീം ഡ്രെയിനേജ് വെക്കാനുള്ള ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഓരോ വെച്ച് വരിക കേട്ടോ, വെച്ച് വരുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഗർഡർ ലോഞ്ചിങ് ആണ് തോന്നുന്നത്. പോയി നോക്കാം, ഇതിൽ കൂടെ പോകാൻ പറ്റുമോ? അതിൽ പോവാം. അപ്പോൾ ഇവിടെ ഡ്രെയിനേജ് ഉണ്ട്, അയച്ചു ഡ്രെയിനേജ്. അപ്പോൾ ഈ ഹൈറ്റിൽ വരും. അങ്ങനെ സർവീസ് റോഡ് ഏകദേശം ഈ ഹൈറ്റിൽ വരും. സർവീസ് റോഡ് കഴിഞ്ഞാൽ മെയിൻ റോഡ് വീണ്ടും ഒരു 3 മീറ്റർ ഹൈറ്റിൽ വീണ്ടും കൂടും. അങ്ങനെ ഒരു പാലത്തിൻ്റെ തോടിന് കുറുകെ വരുന്ന ഒരു പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ, നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ കണ്ടു. ഇനി അടുത്ത് കേട്ടോ, ഇവിടെ സർവീസ് റോഡിനുള്ള നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെ സർവീസ് റോഡിനും വേണ്ടി അവിടെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു. അല്ല, മെയിൻ സ്ലാബ് വാർപ്പ് ഗർഡർ വെച്ചു, അതിന് മെയിൻ സ്ലാബ് വാർപ്പിട്ടു. 2 ഭാഗത്തേക്കും അതിൻ്റെ ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞു. മെയിൻ സ്ലാബ് ഒരു കാഴ്ച, മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞൊരു ഏരിയ നമ്മളിവിടെ കാണുന്നത്. നേരെ 6 വരിപ്പാതൻ്റെ വർക്കാണ് പൂർത്തീകരിക്കാനുള്ളത്. ഈ സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസമായി. ഇനി സെൻറ്ററിലുള്ള ഈ 6 വരിപ്പാതക്കുള്ള 2 ഭാഗത്തെ വാളും ഉയർത്തി ഗർഡർ വെക്കാനുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു പണിയാണ് ഇനി നടക്കാനുള്ളത് ഈ രണ്ട് സൈഡിലും. അപ്പോൾ വയൽ പ്രദേശത്ത് 2 പാലത്തിൻ്റെ പണികൾ 6 വരിപ്പാതക്കുള്ള പണികൾ പൂർത്തീകരിക്കാണ്ട് അത് കഴിയണമെങ്കിൽ ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തുനിന്ന് ഈ കക്കാട് ഭാഗത്തേക്കും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതുപോലെ നേരെ ഓപ്പോസിറ്റിലും ഇനി അതുവഴി കടന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തേക്ക് സർവീസുകൾ വാഹനങ്ങൾ കടന്നു പോകും. അപ്പോഴായിരിക്കും 6 വരിപ്പാതയുടെ വർക്കുകൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇനി മണ്ണിട്ട് ഉയർത്തിയൊക്കെ വരാനുണ്ട്. കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാത വരെ നല്ല ഹൈറ്റിലേക്ക് ആ റോഡ് കടന്നു പോവുക. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുക. അപ്പം ഇനി അവിടുന്ന് കുളപ്പുറത്തേക്കാണ് എത്തുന്നതിന് മുമ്പ് അവിടെ ക്രെയിന് 2 ക്രെയിൻ നിൽക്കുന്നുണ്ട്. ഗർഡർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണോ എന്താണെന്നുള്ള അറിയില്ല. തോടൊക്കെ വലിയ കേട്ടോ. ഇവിടെ ഗർഡർ വെച്ച ഏരിയ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകളൊക്കെ ഒരു 5-6 എണ്ണം റെഡിയാണ്. വലിയ ഗർഡറുകളാ, ഒരാളായിട്ടുള്ള ഗർഡറാണ്, നല്ല നീളമുണ്ട്. ഗർഡർ ഇവിടുന്ന് മാറ്റി വെക്കുക കേട്ടോ, മറ്റു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 2 വലിയ ജംബോ ക്രെയിനിനെ ഇവിടെ സെറ്റാ. ഗർഡർ മറ്റു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. ഇതിൻ്റെ മുകളിൽ നിന്ന് കൂരിയാട് പാടവും കുളപ്പുറം ആ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാം. നമ്മളിപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ആ മുകളിൽ നിന്നുള്ള വീഡിയോ കാണിച്ചതിന് ശേഷം താഴ് ഭാഗത്ത് 2 പാലത്തിൻ്റെ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകൾ ഞങ്ങൾ കാണിച്ചു. ഇപ്പോൾ കൂരിയാട് പാടം കഴിഞ്ഞ് കുളപ്പുറത്തെത്തി. കുളപ്പുറത്ത് പാടത്തേക്കുള്ളൊരു ദൃശ്യം, ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ക്രെയിന്. ഈ കാണുന്ന ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് അടിച്ച ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മളെ പാടത്ത് ആ ഏരിയയിൽ നമ്മൾ കാണിച്ചല്ലോ വാളിൻ്റെ വർക്ക്, അത് ഏകദേശം പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ഗർഡറുകളൊക്കെയാണ് ഇവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ വാളിൻ്റെ കോൺക്രീറ്റ് വാളിൻ്റെ പണി നല്ല ഹൈറ്റിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമ്മുടെ റോഡ് വരും. ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തി ഈ ഒരു ഹൈറ്റിൽ സർവീസ് റോഡ് താഴ്ചയിൽ ആ ഒരു ഹൈറ്റിൽ തന്നെ ഈ സർവീസ് റോഡ് ഉണ്ടാവും. ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നുണ്ടല്ലോ, ആ ഒരു ഹൈറ്റിൽ തന്നെ ആയിരിക്കും. അങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. കാരണം ഇവിടെ നിന്നൊക്കെ ഇനി നല്ല രീതിയിൽ വർക്ക് നടക്കാണ്ട്. ഇവിടെ ഈ ഹൈറ്റിൽ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി ആ ഭാഗത്ത് തന്നെ സർവീസ് റോഡ് ആ ഏരിയയിലൊക്കെ ബ്ലോക്ക് കെട്ടി വെച്ചിങ്ങനെ ഉയർത്തി വരാനുണ്ട്. അപ്പോൾ നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയോ കഴിഞ്ഞ് സുഹൃത്തുക്കളെ, കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വർക്കുകളും അതിൻ്റെ സൈഡ് ചുമര് സ്പ്രേ വർക്കുകൾ, മുകൾ മെയിൻ ഓവർപാസിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. പല പ്രാവശ്യങ്ങളും വീഡിയോ കാണിച്ചതാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിങ്ങിൻ്റെ വർക്കുകളാണ് എത്രത്തോളം ആയി കാണിക്കാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തു. ഇവിടെയൊക്കെ കുറേ താഴ്ചയിൽ തന്നെ മണ്ണെടുത്ത് മാറ്റി ബ്ലോക്ക് വെച്ച് ഉയർത്തിക്കൊണ്ടിരിക്കട്ടോ. നല്ല ഉണ്ടാ. അപ്പോൾ ഇതിൻ്റെ പണികൾ നടക്കുകയാണ്. ഇതൊക്കെ പുതിയതായിട്ടുള്ള വർക്കാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് കണ്ടിട്ടില്ല. ആ ഏരിയയിലൊക്കെ നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ബ്ലോക്ക് വെച്ചുയർത്തി കൂരിയാട് പാടത്തേക്ക് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ ഈ ഏരിയയിലെത്തി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതലായിട്ടുള്ളൊരു പുതിയ വർക്ക് ഒന്നുമില്ല. ഇവിടെ അന്നും ഈ ആദ്യത്തെ റോഡൊക്കെ ഒത്തിപ്പൊളിച്ച് കൊടുത്തിട്ട് ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോഴും അതന്നെ. അതുപോലെ 2 സൈഡിലെ ചുമരിൻ്റെ വർക്കുകൾ കുറഞ്ഞൊരു ഏരിയയിൽ പൂർത്തീകരിക്കാനുണ്ട്. നമ്മൾ ഈ ഏരിയയിലും അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. നേരെ ഓപ്പോസിറ്റിലും ചുമര് സിമെൻറ്റ് സ്പ്രേ വർക്ക്, ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണ് കമ്പാക്റ്റിങ് ചെയ്യാണ്ട് ജിപ്സം ഇടാണ്ട് പേർ ഉപയോഗിച്ചുള്ള
ജിപ്സൺ വർക്ക്, ടാറിംഗ് വർക്ക് ഒക്കെയാണ് ഓവർപാസ് വരെ ഇനി പുതിയ വർക്കുള്ളത്. അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ അടിയിലാണ് നമ്മളിന്ന്. ഇവിടെയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇവിടെ മണ്ണ് ഇവിടുന്ന് കൂട്ടിയിട്ടുണ്ടോ, അവ കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടുണ്ട്. ഇവിടെയും ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുളപ്പുറം ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഇവിടെ ഡ്രൈവിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.